ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എപ്പോഴും. എല്ലാവർക്കും ഉണ്ടാവും ആത്മീയ ഫ്രണ്ട്സുകൾ. നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങൾ പറയുന്ന ആൾക്കാർ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഒന്നിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ ഇതിൽ തന്നെ ചില വിഷയങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനുഭവം ഉണ്ടാവും, ഞാനത് പറയാതെ തന്നെ അനുഭവം ഉണ്ടാവും. കാരണം നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരേപോലെ അല്ലല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ആത്മീയമായ പല പല സാധനങ്ങളും ചെയ്യുന്നുണ്ടാവും. രണ്ടുപേരും ഒരേപോലെ ആവുമല്ലോ ചെയ്യുന്നത്. രണ്ടുപേരെ വൈബ്രേഷൻസ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ വൈബ്രേഷൻ പെട്ടെന്ന് ഹൈ ആയി കഴിയുമ്പോൾ പോയിട്ട് മറ്റാൾക്ക് ഇയാളുടെ വൈബ്രേഷൻ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുവരെ നമ്മൾ എന്താണ് ഭയങ്കര കമ്പനി ആയിരിക്കും, ഭയങ്കര കൂട്ടുകെട്ടായിരിക്കും. ഈ വൈബ്രേഷൻ അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ മാറിക്കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തുടങ്ങി. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് മറ്റേയാൾ നമുക്ക് പറ്റാത്ത രീതിയിൽ ബിഹേവ് ചെയ്യണം, എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അയാളുടെ വൈബ്രേഷൻ ലെവൽ മാറിക്കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഫ്രണ്ട് പിന്നെ പയ്യെ അവിടെ നിന്ന് വിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്തെങ്കിലും കാര്യങ്ങളിൽ ചെറിയ ചർച്ച ഇല്ലായ്മ ഉണ്ടാകുകയും അല്ലെങ്കിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ട് പയ്യെ ഒരാൾ വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും, അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ആക്ച്വലി ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറയുന്നത്. ആ വൈബ്രേഷൻ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ കൂടി അതുപോലെ ഹൈ ആയിക്കഴിഞ്ഞാൽ തീരും, ക്ലിയർ ആവും കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ഹയറിലോട്ട് പോയി മറ്റുള്ള അവിടെ തന്നെ നിൽക്കുന്നു, ചിലപ്പോൾ അയാളൊന്ന് താഴേക്ക് ഇറങ്ങുന്നു. അപ്പോഴും ഇതുപോലെ ഈ ഒരു അകൽച്ച രണ്ടുപേരും തമ്മിൽ അകന്നു പോകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കുറ്റമായിട്ടും കുറവായിട്ടും കാണരുത്. അപ്പോൾ അയാളെ കൂടി കൈ പിടിച്ച് ഉയർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, താഴേക്കുന്ന ആളാണ്. അതാണ് വേണ്ടത്.